ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട മീനാണ് നത്തോലി. അപ്പോൾ ഈ നത്തോലി ഉപയോഗിച്ച് ഊണ് കഴിക്കാൻ പാകത്തിന് അടിപൊളി ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ? അതും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം, ഒരു തണ്ട് കറിവേപ്പില, അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുന്ന സമയത്ത് എപ്പോഴും നോക്കി ചേർക്കാം. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊടികളൊക്കെ ചേർക്കേണ്ടി വരും. നത്തോലിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത നത്തോലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ നത്തോലി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നത്തോലി മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നത്തോലി ഇട്ട് കൊടുക്കാം. നത്തോലിയുടെ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുന്ന രീതിയിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നത്തോലി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ എല്ലാ നത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഇതേ പാനിലേക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 3 പച്ചമുളക് സ്ലൈസ് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 2 സവോള നീളനെ നുറുക്കി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമുളക് മാറി വരുന്ന വഴറ്റിയിടുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് നുറുക്കി ഇത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് മസാലയിലേക്ക് ഒന്ന് സെറ്റായി കിട്ടണവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിക്ക് ആവശ്യത്തിന് മെൽറ്റായിട്ട് മസാലയിലേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലനെ കുറച്ചൊന്ന് കുറുക്കി കിട്ടാനായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി. അധികം വെള്ളം ആവരുത്. അധികം വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാനായിട്ട് വേറെ ടൈം പോകും. അപ്പോൾ നമ്മുടെ നത്തോലിക്കായിട്ടുള്ള മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നത്തോലി ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നത്തോലി മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നത്തോലി റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട് വാർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട നത്തോലി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. ഊണിനൂടെ കഴിക്കാനായിട്ട് ഇതേപോലെ ഒരു നത്തോലി റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ നത്തോലി റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക.
ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.